വാഹനാപകടത്തിൽ പരിക്കേറ്റ മലയാളി യുവാവിന് 11.5 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ദുബായ് കോടതിയുടെ വിധി. മലപ്പുറം സ്വദേശി ഷിഫിനാണ് നഷ്ടപരിഹാരം ലഭിക്കുക. 2022 മാർച്ച് 26 നടന്ന അപകടമാണ് കേസിന് ആധാരം. അലൈനിലെ സൂപ്പർമാർക്കറ്റിൽ ഡെലിവറി ബോയായി ജോലി ചെയ്യുകയായിരുന്ന മലപ്പുറം കൂരാട് സ്വദേശി ഷിഫിന് 2022 മാർച്ച് 26 അപകടം സംഭവിച്ചത്. കടയിൽ നിന്ന് ഡെലിവറിക്കായി പോകുന്നതിനിടെ ഒരു സ്വദേശി ഓടിച്ച കാർ വന്ന് ഷിഫിനെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷിഫിനെ അലൈനിലെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെങ്കിലും തലച്ചോറിനേറ്റ പരിക്ക് ഷിഫിന്റെ 10ഓളം അവയവങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു. പിന്നീട് അബുദാബിയിലെ സ്വകാര്യ ആശുപത്രിയിലും കേരളത്തിലും എത്തിച്ചും ചികിത്സ തുടരുകയാണ്. ഇതിനിടയിലാണ് അപകടത്തിന്റെ കേസ് ഷാർജ ആസ്ഥാനമായ ഫ്രാൻ ഗൾഫ് അഡ്വക്കേറ്റ്സ് ഏറ്റെടുത്തത്. ഇതിലാണ് ചരിത്രപരമായ വിധി വന്നിരിക്കുന്നത്. ഷെരീഫ് അൽവർദയുടെ മേൽനോട്ടത്തിൽ UAE അഡ്വക്കേറ്റുമാരായ ഹസൻ അജൂർ അൽമുല്ല, അഡ്വക്കേറ്റ് ഫരീദ് അൽ ഹസൻ എന്നിവരാണ് ഇൻഷുറൻസ് അതോറിറ്റി മുതൽ വിവിധ കോടതികളിൽ നടന്ന കേസുകൾക്ക് വിവിധ ഘട്ടങ്ങളിൽ ഹാജരായത്. കേസിന്റെ പ്രത്യേകത ഇത് ഒരു മലയാളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ UAE ആക്സിഡന്റ് കോമ്പൻസേഷൻ ആണെന്നുള്ളതാണ്. നേരത്തെ നമ്മൾക്കുണ്ടായിരുന്നത് ഇന്ത്യക്കാരന് കിട്ടിയതായിരുന്നു. ഇപ്പോൾ മലയാളിക്ക് തന്നെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പലപ്പോഴും നമുക്ക് ഇവരുടെ ഒരു പ്രൊഫൈൽ, ഈ ആളുകളുടെ പ്രൊഫൈൽ കൺസിഡർ ചെയ്തതോടൊപ്പം തന്നെ ഇവർ എന്ത് തന്നെയാണ് UAE ഒരു നിവാസി എന്നുള്ള കൺസിഡറേഷൻ അവിടെ ഉണ്ട്. UAE വന്ന ഒരാൾക്ക് ഉണ്ടാവാവുന്ന ഇത്തരം ആഘാതങ്ങൾക്ക് മറ്റ് UAE-ക്കാരെ പോലെ തന്നെ അവരും അവകാശികളാണെന്നുള്ള ആ ഒരു നിയമത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ദുബായ് കോടതി വിധിയെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും തുക ലഭിച്ചത് ഷിഫിന്റെ തുടർ ചികിത്സയ്ക്ക് വലിയ സഹായമായെന്നും മാതാപിതാക്കളും പറഞ്ഞു. അവന് എന്താ ചികിത്സ വേണ്ടത് അവിടേക്ക് കൊണ്ടുപോകും. ദൈവം തമ്പുരാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇവിടുത്തെ പലതും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വലിയവർക്ക് കൊണ്ടുപോകാനൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ തുടർ ചികിത്സയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ ഇത്തിരി ബെറ്ററാവുമെന്നാണ് പറഞ്ഞത്. 24 Dubai.